പീഡനക്കേസിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിൽ പോയി 10 ദിവസം കഴിഞ്ഞിട്ടും പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ കയ്യെത്തും ദൂരത്തെത്തിയ പോലീസിനെ തിരിച്ചറിഞ്ഞ് മുങ്ങി രാഹുൽ മാങ്കൂട്ടം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ രാഷ്ട്രീയ നേട്ടത്തിനായാണോ അറസ്റ്റ് വൈകിക്കുന്നതെന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉയർത്തുന്നത്. ബാംഗ്ലൂരിൽ ഉന്നത ബന്ധങ്ങളുടെ മറവിൽ ഒളിവിൽ കഴിയുന്നതായി സംശയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് തൊടാത്തതോ അതോ തൊടാനാകാത്തതോ? നവംബർ 27-നാണ് രാഹുലിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. പരാതി പോലീസിന് കൈമാറിയതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തായിരുന്ന രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുന്നു. രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടും പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല. ഒരു വട്ടമല്ല പലവട്ടം കണ്ടിട്ടും അറസ്റ്റ് ചെയ്യാനാകുന്നില്ല. കാരണം കർണാടക ഫാക്ടർ ആണെന്നാണ് സേനയിലെ ഒരു വിഭാഗത്തിൻ്റെ സംസാരം. കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും അധികൃതരുടെയും സംരക്ഷണ വലയം ഭേദിച്ച് അകത്ത് കടക്കാൻ പോലീസിന് കഴിയുന്നില്ല. കേരള പോലീസ് അതിർത്തിയിലെത്തിയപ്പോൾ ആ വിവരം മാങ്കൂട്ടത്തിൻ്റെ ചെവിയിലെത്തി. അടുത്ത ലൊക്കേഷനിലേക്ക് രാഹുൽ പോയി. കൃത്യമായ പ്ലാനിങ്ങിലാണ് രാഹുൽ മാങ്കൂട്ടം നീങ്ങുന്നതെന്ന് അന്വേഷണ സംഘം പറയുന്നു. ബാംഗ്ലൂരിലെ ഫാം ഹൗസുകളിലാണ് രാഹുലിൻ്റെ ഒളിവു ജീവിതമെന്നാണ് പോലീസ് പറയുന്നത്. ഉന്നതങ്ങളിൽ ഫാം ഹൗസുകളിൽ പരിശോധന നടത്താൻ തടസ്സങ്ങളുണ്ട്. കർണാടക പോലീസിൻ്റെ സഹകരണം ലഭിക്കുന്നതുമില്ല. കർണാടകയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കേരളത്തിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ടും സഹായം ലഭിക്കുന്നില്ല. ഇതിനകം 10ഓളം ഒളിത്താവളങ്ങൾ മാറിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഒരിക്കൽ പോലീസ് ഒളിയിടത്തിൽ എത്തുന്നതിന് തൊട്ടു മുൻപാണ് കടന്നുകളഞ്ഞത്. പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോരുന്നതായി സംശയിക്കാൻ ഇതാണ് കാരണം. അന്വേഷണ സംഘം ഇന്നലെ വെറും കൈയോടെ ഇളിഫ്യരായി ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങിയെത്തി. പരാതി ലഭിച്ചയുടനെ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അവസരം പോലീസ് ഉപയോഗപ്പെടുത്തിയില്ലെന്നും പാഴാക്കിയെന്നും സേനയ്ക്കുള്ളിൽ തന്നെ ആക്ഷേപമുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ രാഹുൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതായി വിവരം ലഭിച്ചിട്ടും പിടികൂടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കോടതി അറസ്റ്റ് തടയുകയും ചെയ്തു. ഹർജി അടുത്ത തവണ പരിഗണിക്കുന്ന 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ജസ്റ്റിസ് K. ബാബുവിൻ്റെ ഉത്തരവ്. കേസ് ഡയറി ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 2ാമത്തെ കേസിൽ രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കും. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ദിവസം രാഹുലിനെ അറസ്റ്റ് ചെയ്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപണമുന്നയിച്ചു. ഏതായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം പോലീസ് പിടിയിലാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ.